ഗേറ്റിൻ്റെ പടം പ്രിൻ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഒരു മരത്തിൻ്റെ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയാൽ ഇങ്ങനെ കയറി മതിൽ തേക്കുന്നുണ്ട്. മുകളിൽ മതിൽ തേക്കുന്നുണ്ട്. ഇന്നലെ മതിൽ തേച്ച് തുടങ്ങി. മതിലിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെ നിന്നിങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് നനയ്ക്കുന്നു. ഈ സൈഡ് ഞാൻ ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം. ആദ്യം മിറ്റം ഇങ്ങനെ പോകുന്നു. നമ്മൾ ഫ്രണ്ട് സൈഡ് അതിൻ്റെ എൻട്രൻസ് ആണ്. ഒരു കൊല കിട്ടിയിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന്. ഇത് കാർ പോർച്ച്, അത്യാവശ്യം വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്. തിണ്ണ അതിങ്ങനെ നീളത്തിലും ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഡോറ് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അത് കീ മാറിപ്പോയതായിരുന്നു ഇന്നലെ. ഡോറിൻ്റെ കുഴപ്പമില്ലായിരുന്നു, നമ്മളുടെ കുഴപ്പമായിരുന്നു. ഇട്ട കീ മാറിപ്പോയായിരുന്നു. ഇത് ഹോളിൽ നിന്നും ഇങ്ങനെയാണ് ഹോൾ വരിക. ഇങ്ങനെയാണ് ഹോള് വരിക. ഒരു 2 പാർട്ടീഷൻ പോലെയാണ് അത്. പിന്നെ സ്റ്റെയർ. അപ്പം TV യൂണിറ്റൊക്കെ വയ്ക്കാനായിട്ട് ഇപ്പം കണ്ടിരിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ വച്ചാൽ എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഈ തുറന്ന സ്പേസിൽ TV വയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഡൈനിങ് സ്പേസിന്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ വയ്ക്കാനായിട്ട് കയറി വരുന്നിടത്ത് ഡൈനിങ്ങിൻ്റെ ലിവിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് വാഷ് ബേസിൻ വയ്ക്കാനായിട്ട്. പിന്നെ കിച്ചണിലേക്ക് പോയാൽ ഇതാണ് ഡൈനിങ് കഴിഞ്ഞിട്ട് കിച്ചൺ, മെയിൻ കിച്ചൺ. ഇത് ഒന്നാമത്തെ കിച്ചൺ. ഇത് പണിയൊന്നും ഇത് നമ്മൾ സെറ്റ് ചെയ്യണം. അത്യാവശ്യം സൈസുണ്ട്. തന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ പോലെ രണ്ടാമത്തെ ഒരു കിച്ചൺ. ഇവിടെയാണ് നമ്മൾ സ്റ്റൗവൊക്കെ വയ്ക്കുക, അങ്ങനെ ഉള്ള ആവശ്യത്തിന്. പിന്നെ ഇത് പുറത്തേക്ക്, ഇതിന് ഇവിടെയായിട്ട് നമ്മൾ ഷീറ്റ് ഇടണം നനയാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ചെളിയായിരിക്കും. ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലും ഷീറ്റ് ഇട്ട് ആ ഷീറ്റ് തന്നെ ഇങ്ങോട്ട് നീട്ടി ഇടണം. അപ്പം ഈ ഏരിയ എല്ലാം നനയാതെ കവേർഡാവും. മുകളിൽ തേക്കുന്നുണ്ട്. തന്നെയൊക്കെ നമ്മൾ റൂമുകളിലേക്ക് പോയാൽ റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ താഴത്തെ മെയിൻ റൂമാണ് മാസ്റ്റർ റൂമായിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. 1 2 വിൻഡോ. then again ആ റൂം. അതിൻ്റെ ബാത്റൂം ഇതാണ്, അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. ക്യാമറയിൽ കാണുന്ന പോലെയല്ല, കുറച്ച് വലിപ്പം ഉണ്ട്. ഇങ്ങനെയാണ്. അവിടെ ഒരു വിൻഡോ. ഇതാണ് ബാത്റൂം. പിന്നെ അഗെയിൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത റൂമിലേക്ക് പോയാൽ അതിന് നേരെ ഓപ്പോസിറ്റ് അടുത്ത റൂം. ആ റൂം നമ്മുടെ പഴയ റൂമാണത്. കുറച്ച് സ്പേസ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. മുകളിലൊരു ചെറിയ സ്റ്റോറും, ഇവിടെ ഷെൽഫ് ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്തോ വയറിങ് ചെയ്ത് പ്ലഗൊക്കെ വച്ചിരിക്കുന്നു. ബൾബൊക്കെ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ദെൻ ഇനി ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള
ഇവിടുന്ന് ഹോളിൽ നിന്നും അവിടെ വാഷ് ബേസിൻ വരും. പിന്നെ ഇത് കോമൺ ടോയ്ലറ്റാണ്, കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അതാണിത്. അഗെയിൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയാൽ പോകുമ്പോൾ നല്ല ഹൈറ്റാണ്. ഒന്നാമത് നല്ല ഹൈറ്റ് ഉണ്ട് വരുന്നത്. ഇത് താഴത്തെ റൂമ്. ഇനി മുകളിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയി കഴിയുമ്പം ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. താഴേന്ന് മുകളിലെത്തിയ ലാൻഡിങ്ങിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ ടി വി ഒക്കെ വയ്ക്കാൻ പറ്റും. ഇവിടെ ലാവിഷായിട്ട് താഴത്തേതിനേക്കാളും സ്പേസ് മുകളിലെ സ്പേസിലുണ്ട്. മുകളിലുള്ള ലാൻഡിങ് സ്പേസിലുണ്ട്. ഇത് അത്യാവശ്യം വലിയ റൂമാണ്, നല്ല വലിപ്പമുള്ള റൂമാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതിന് 2 വിൻഡോ, ഒരു വിൻഡോ നമ്മുടെ റോഡിലേക്ക് ഫ്രണ്ട് സൈഡിലേക്ക്, പിന്നെ അടുത്ത വിൻഡോ നമ്മുടെ പഞ്ചായത്ത് റോഡ് സൈഡിലേക്ക്, ആ മതിൽ തേക്കുന്നിടത്തേക്ക്. പിന്നെ അടുത്തത് നമ്മൾ പ്ലഗൊക്കെ പൊട്ടിച്ച് ഈ റൂമിൻ്റെ ഡ്രസ്സിങ് റൂമാണിത്. അതുപോലെ തന്നെ ബാത്റൂമാണ്. ഇതും സ്പേസ് കുറവൊന്നുമില്ല, കണ്ടിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഇപ്പോഴത്തെ മോഡല് പ്ലംബിയർ പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ടോയ്ലറ്റ് വരും, ഇതുണ്ടോ, ഇവിടെ ടോയ്ലറ്റ് വരും, ഇവിടെ നമ്മുടെ ക്ലോസറ്റ് വരും, ഇവിടെ വാഷ് ബേസിൻ വരും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെയാണ് ഷവറിങ് ഏരിയ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് ഏറ്റവും കോർണറിലായിരുന്നു വരിക. എന്നിട്ട് ഈ ഡോറിൻ്റെ സൈഡിലായിരുന്നു പണ്ട് ഷവറിങ് ഏരിയ വരിക. പക്ഷെ ഇപ്പം നേരെ മാറി എന്നാണ് പറയുന്നത്. ഇപ്പം ഷവറിങ് ഏരിയ ഉള്ളിലും ക്ലോസറ്റ് പിന്നെ വാഷ് ബേസിന് ഡോറിൻ്റെ സൈഡിലും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ മോഡൽ അങ്ങനെയാണ് പറയുന്നത്. ദെൻ നമ്മൾ വീണ്ടും ലാൻഡിങ് സ്പേസിലേക്ക് വന്നു. കണ്ടോ, നല്ല. ഇവിടുന്ന് നമ്മൾ വീണ്ടും അടുത്ത റൂമിലേക്ക് പോയാൽ അടുത്ത റൂം, അതും വലിയ റൂമാണ്, 1.5 റൂമാണത്. 2 വിൻഡോ, ഒരു വിൻഡോ നമ്മുടെ റോഡ് സൈഡിലേക്ക്, പിന്നെ അടുത്ത വിൻഡോ നമ്മുടെ ബാലുശ്ശേരി റോഡ് സൈഡ്, ഇതിൻ്റെ പറമ്പിൻ്റെ അങ്ങോട്ട്. പിന്നെ ഇങ്ങനെ പോയി ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് റൂം, ഇവിടെ നമ്മുടെ ബാത്റൂം, ഒരു ലെങ്തി ആയിട്ടുള്ള ബാത്റൂമാണ്. അങ്ങനെയാണ് ഇത്. ഇതിൻ്റെ മുകളിലൊരു സ്റ്റോർ സ്പേസും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എന്തെങ്കിലും സാധനം വയ്ക്കാനായിട്ടൊരു ചെറിയൊരു സ്റ്റോർ പോലെ ഇതിൻ്റെ മുകളിലുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഒരു റൂമിൽ AC കിട്ടിയിരിക്കുന്ന കണക്ഷനുണ്ട്. AC കണക്ഷൻ, ലൈറ്റിൻ്റെ കണക്ഷന്, ഫാനിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ അതുണ്ട്. 2 ബൾബ്, ഒരു റൂമിൽ 2 ലൈറ്റിൻ്റെ കണക്ഷൻസ്. ദെൻ അഗെയിൻ ഇവിടെ ഒരു പ്ലഗ്. അത് എന്തിനായിട്ടേക്കുന്നതെന്ന് എനിക്ക് വലിയ അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഇവിടെയും ഈ മെയിൻ ലാൻഡിങ് സ്പേസിലും ഉണ്ട് TV വയ്ക്കാനായിട്ടുള്ള പ്ലഗ്.
പിന്നെ ടി വിയുടെ കണക്ഷൻ എടുക്കാൻ ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്. പിന്നെ ടേബിൾ ലാമ്പൊക്കെ വേണേൽ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ബൾബ് ഇതുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ലൈറ്റുകൾ ഇവിടെ, അവിടെ, അവിടെ, ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് യാർഡ് പുറകിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ബാക്കിലേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ടെറസ് ആണ്. നല്ല വലിപ്പത്തിലുള്ള ടെറസ്. ഇത് നമ്മൾ ഷീറ്റ് ഇട്ട് കവർ ചെയ്യും. അതല്ലെങ്കിൽ ഇവിടെ മഴ നനയുമ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഒരു ഷീറ്റ് ഇട്ടാൽ നമ്മുടെ കിച്ചൻ്റെ താഴെയുള്ള കിച്ചൻ്റെ പുറത്തേക്ക് കൂടെയാണ് നീട്ടിയിടുക. അപ്പം അവിടെ നനയില്ല, ഇവിടെ ഒരു അടവാകും, ഇവിടെ നനയാതെ ആകും, ഒരു അടവും ആകും. അങ്ങനെ വിചാരിക്കുന്നു. നമ്മുടെ കിണർ ഇതിലേക്ക് കയറി വന്ന് കിണർ ഇങ്ങനെ കെട്ടിയെടുത്ത് ഇത്രയാണ് നമ്മുടെ സ്ഥലവും നമ്മുടെ വീടിൻ്റെ പണിയും. പിന്നെ മുകളിൽ നമ്മൾ ടാങ്ക് മേടിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഒരു പ്ലഗ് ഇട്ടിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു ടോയ്ലറ്റ് പുറത്തേക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് പണിയാൻ പറ്റുന്ന പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഉണ്ടോ? ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റിൻ്റെ കണക്ഷൻ ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ബസ് പോകുന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ബാത്റൂം സെറ്റ് ചെയ്യാൻ പറ്റും ഈ സൈഡിൽ. പിന്നീട് ഏതെങ്കിലും കാലത്ത് റെൻറ്റ് കൊടുക്കണമെങ്കിൽ ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് സംഭവം. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനായിട്ട് ഒരു പ്ലഗുണ്ട്. അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് തുണി അലക്കിയിട്ട് പോകാനുള്ള വെള്ളം പോകാനുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെയൊക്കെ ഉള്ളിലേക്ക് കയറിയാൽ ഇനി നമുക്ക് തിണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. നമ്മുടെ ഫ്രണ്ടിലേക്ക് പോയാൽ ഇതുണ്ടോ, ഇത് സ്റ്റീലിൻ്റെ ഡോറാണ്. സ്റ്റീൽ ഡോറാണിത്. ഭയങ്കര സ്ട്രോങ് ഡോറാണ്. ഇവിടെ തിണ്ണേന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇവിടെ ഒരു കൊച്ചു തിണ്ണ. അത് എന്തെങ്കിലും ഇവിടെ ഹാൻഡ് റെയിൽ പോലെ എന്തെങ്കിലും പിടിപ്പിക്കണം. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഫ്രണ്ടിൽ. ഓപ്പൺ എയറിലിരിക്കണമെങ്കിൽ ഇവിടെ ചേർക്കിയിട്ട് വേണേൽ ഇരിക്കാം. പിന്നെ ബൾബുകളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഡോറ്. ഇവിടെയൊക്കെ ഹൂക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ചെയറൊക്കെ വേണമെങ്കിൽ തൂക്കാൻ പറ്റുന്ന പോലെ. ഇതുണ്ടോ, ഇവിടെയും ഷീറ്റ് ഇടണം, അല്ല ഇവിടെയും നനയും. ഇവിടെയായിട്ട് ഒരു പെർഗോള ടൈപ്പിലുള്ള ഷീറ്റ് ഇടണം. അതല്ലെങ്കിൽ ഇത് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നനയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുള്ളത്. താഴേക്ക് ഇറങ്ങുന്നു. വീണ്ടും താഴേക്ക് ഇറങ്ങി നമ്മൾ ഫ്രണ്ടിലെത്തി. ഫ്രണ്ടിൽ നിന്നും ഇനി ഈ സൈഡിലേക്ക് പോയി നോക്കിയാൽ ഫ്രണ്ടിൽ തന്നെ വണ്ടി വാഷ് ചെയ്യാനും വെള്ളം എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്. ദെൻ അഗൈൻ ഇവിടെ പോയാൽ വയറിങ്ങിൻ്റെ സാധനങ്ങൾ, ത്രീ ഫേസ് കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് അത് മേടിക്കാൻ പറ്റും. അതിനുള്ള വയറിങ്ങാണ്.
പിന്നെ ഇത് ഒരു സൈഡ്, ഇത് നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തെ ഫിൽട്ടർ ചെയ്തിട്ട് മറ്റുള്ള പൈപ്പുകളിലേക്ക് വിടുന്ന ഒരു സംഭവമാണിത്. ഇതിനൊക്കെ ഇങ്ങനെ പോയി പിന്നെ കിണർ ഇന്നലെ കണ്ടാണല്ലോ. പിന്നെ ബാക്ക് യാർഡ്, ഇവിടെ ഈ ഏരിയയാണ് ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്യുന്നത്. അവിടെ ഒരു അലക്കുകല്ലുണ്ട്, അലക്കേണ്ടവർക്ക് വേണമെങ്കിൽ അലക്കാം. ഇവിടെ പൈപ്പിൻ്റെ കണക്ഷൻ ഇവിടെ എങ്ങാണ്ട് ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അത് മൂടി വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞത്. എവിടെയാണെന്ന് എനിക്ക് അറിവില്ല. പിന്നെ ഇവിടെ ഒരു ഔട്ട് സൈഡ് ബാത്റൂമുണ്ട്, ഔട്ട് സൈഡ് ബാത്റൂം. അതിപ്പം യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പണിക്കാർ. then again ഇതിലേ വന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തുകയാണ്. എങ്ങനെ ഇവിടെ എത്തി. ഇനി നമുക്ക് ചെടിയൊക്കെ വേണമെങ്കിൽ നടാം. ഈ സൈഡിൽ കൂടെ ചെടി നടാം, ഇവിടെ ചെടി നടാം. അങ്ങനെയൊക്കെയാണ് സംഭവം ഉള്ളത്. ഇത് മാറ്റിയേ, ഇത് വേറെ കളറാ. 3 ടൈപ്പ് സാധനങ്ങളെ വരുന്നുള്ളൂ, 3 ടൈപ്പേ വരുന്നുള്ളൂ. സൊമാനി നോക്കട്ടെ എന്തൊക്കെ സാധനം കാണുന്നില്ല. മേലെ കറക്റ്റ് വ്യൂ കിട്ടും. പെൻസിനൊക്കെ അതിന് മുമ്പേ കയറ്റി വെക്കും, എന്നിട്ട് വേണം എനിക്ക് എറണാകുളത്ത് നിന്ന്. ചിരിക്കും.
കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പുൽത്തകടിയിൽ അവിടുന്ന് എന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കുമാകുന്നു. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായി വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കുടുംബമാകയാൽ അങ്ങയുടെ പൈതൃകമായി പരിപാലനം ഇവരെ സംരക്ഷിക്കണമേ. ഈ കുടുംബാംഗങ്ങളുടെ മധ്യ എന്ന് വസിച്ചുകൊണ്ട് ഇതിന്റെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിൽ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരെ വളരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന് ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലംകൃതനായിരുന്നില്ല. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥലമായി സ്വീകരിക്കണമേ. അങ്ങയുടെ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയോ ജീവിതകാലം മുഴുവനും സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ തോമാസ്ലീഹായുടെയും വിശുദ്ധ യൂദാത്തദേവസിന്റെയും പ്രത്യേക മാധ്യസ്ഥ്യം ഈ കുടുംബത്തിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യം ഞങ്ങൾക്കാനുഗ്രഹമാകട്ടെ. കാറ്റുവിറച്ചു കോളും കാറ്റു കൊയ്യുന്ന അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ.
നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അല്ലല്ല ഇതും കൊണ്ട് കത്തിക്കാം. അല്ലല്ല ലൈറ്റർ വെച്ചല്ല തിരി വെച്ച് തന്നെ അത്. എന്നാ പാലവിടെ വെച്ചോ. റിയാനും റൈനയും നിങ്ങൾക്ക് അവിടെ അച്ഛനൊക്കെ ഉണ്ട് കണ്ടോടാ. പേരെന്നാ? വീഡിയോ എടുത്താഴ്ച വീഡിയോ ഇറക്കണമല്ലോ. നമുക്ക് പള്ളിക്കൊന്നും ചെയ്ത് തരുന്നില്ല. റെഡി ഇരുന്നു സൈഡ് ഞാൻ എങ്ങനെയാണോ പോകണം. അപ്പ പാല് കൊണ്ടു കൊടുക്കുക മനസ്സിലാ. എന്തൊരു വീട്ടുകാരനാണോ. പാലാദ്യം കുടിക്കാൻ വേണം, പിന്നെ കൊടുക്കാൻ വേണം. ആദ്യം കുടിക്കണം, പിന്നെ സ്വന്തം വീടിന്റെ ഇതല്ലേ. ആന്റിയുടെ ക്യാമറ മുന്തി വരണം. അതിനിടയ്ക്ക് അങ്ങോട്ട് നിക്ക്, അങ്ങോട്ട് നിക്ക്.
മമ്മീന്റെ Happy wedding anniversary. Happy wedding anniversary. Happy wedding anniversary. Yes. Happy wedding anniversary. May the good God bless you. May the good God bless you. May the good God bless you, dears. Happy birthday. ആ അടുത്ത് വാ. അങ്ങോട്ട് നിൽക്ക്. ഇവിടെ തന്നെയാണോ? അടുത്ത നമ്മുടെ ചായന്റെ ബർത്ത്ഡേ മക്കളൊക്കെ പോയി നിൽക്കുക. കേക്ക് മതി, കേക്ക് മതി. കേക്കിന് ഫോട്ടോ എടുത്തോ, കേക്കിന് ഫോട്ടോ എടുത്തോ. നേരത്തെ എടുത്തു. അല്ല ഹാപ്പി ബർത്ത്ഡേ Ready, 1, 2, 3, start. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. God bless you. May the good God bless you. May the good God bless you. Happy Happy birthday. ഇതൊന്നും ഇല്ലല്ലോ. ഇതിനൊക്കെ നിറം ഇതൊന്നുള്ള പേരൊക്കെ അടിച്ച് അല്ലേ? അവിടെ പോയി എടുത്തു പോയി. അവൻ്റെ 5ാം ക്ലാസ്സിൽ വിളിക്കാം. 10 വയസ്സിൻ്റെ ഉള്ളൂ. അവിടെ പോയി നമ്മൾ തലയടക്കം മുട്ട എടുത്തു. അമേരിക്കൻ സ്ഥലം